ഹായ് ആൾ, വെൽക്കം ടു VZB അക്കാഡമി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്വാതി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എന്താ കാണാൻ പോകുന്നതെന്ന് അറിയാമോ? നമുക്ക് PYQs ആണ്. നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് PYQs ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറിയുന്ന എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഇനിയും PYQs വേണം, അല്ലെങ്കിൽ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി ധാരാളം നമുക്ക് എന്ത് വരുന്നുണ്ട്, എക്സാംസ് വരുന്നുണ്ട്. എല്ലാ എക്സാമിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? എ അപവർത്തനമാണോ, പൂർണ്ണാന്തരിക പ്രതിഫലനമാണോ, വിസരണമാണോ, പ്രതിഫലനമാണോ? ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓക്കെ, ഇതേപോലെ തന്നെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വന്ന് കാണുന്നുണ്ട്, വീണ്ടും വീണ്ടും ചോദിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്ന കാര്യമല്ലേ? രണ്ട് മാധ്യമം, അതിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോ ആ മാധ്യമത്തിന്റെ ആ കടന്നു പോകുന്ന രശ്മിക്ക് ആ മാധ്യമത്തില്, അതായത് മീഡിയം 1ഉം മീഡിയം 2ഉം ഉണ്ട്, സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മീഡിയത്തിലൂടെ ഒരു പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ ആ പ്രകാശരശ്മിയുടെ പാതയ്ക്കുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് അപവർത്തനം എന്ന് പറയുന്നത്. അറിയുന്ന കാര്യമല്ലേ അല്ലേ? ഇനി പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവണേ? പ്രകാശം വന്ന് പതിക്കുമ്പോ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിലാണ് വന്ന് പതിക്കണമെന്നുണ്ടെങ്കിൽ അതെന്താ ഉണ്ടാവണേ? അത് പ്രതിഫലിച്ച അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഓക്കെ, അതാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ക്ലിയർ അല്ലേ? ഇനി വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രകാശം ഒരെണ്ണത്തിൽ തട്ടി അതെന്താണ്? അത് ചിന്നിച്ചിതറി അടുത്ത കണികയിലേക്ക് തട്ടും. അതെന്താണ്? അതും വീണ്ടും ചിന്നിച്ചിതറി അടുത്ത കണികയിലേക്ക് തട്ടി, അങ്ങനെ പ്രകാശം ചുറ്റും വ്യാപിക്കുന്ന ആ ഒരു ഘടകവർണ്ണങ്ങളെ ചുറ്റും വ്യാപിക്കുന്ന ഒരു പ്രതിഭാസം. അപ്പോ ഇങ്ങനെയുള്ള പ്രകാശ പ്രതിഭാസങ്ങളെല്ലാം തന്നെ നമുക്ക് എന്തിന് ചോദിക്കാറുണ്ട്? നമുക്ക് ഈ എക്സാംസിന് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനവും അപവർത്തനവും. ഓക്കെ, അപവർത്തനത്തിന് എക്സാമ്പിൾ നമുക്ക് അറിയാമല്ലോ. ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു പെൻസില് ഇട്ട് കഴിഞ്ഞാൽ ആ പെൻസിൽ ഒടിഞ്ഞതായിട്ട് കാണപ്പെടാൻ കാരണം എന്താണ്? തോന്നാൻ കാരണം എന്താണ്? അത് ഈ അപവർത്തനമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മീറ്റർ, പ്രകാശവർഷം, സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതിൽ ഏതാണ്? സെക്കൻഡ് ആണ്. എന്താണ് കാരണം? മീറ്ററും പ്രകാശവർഷവും ആസ്ട്രോണമിക്കൽ യൂണിറ്റും ദൂരത്തിന്റെ യൂണിറ്റുകളാണ്, അഥവാ ഡിസ്റ്റൻസിന്റെ യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി എത്ര SI യൂണിറ്റുകൾ ഉണ്ട്? എത്രണ്ണം ഉണ്ട്? 7 SI യൂണിറ്റുകൾ ഉണ്ട്. ഓക്കെ, ഈ 7 SI യൂണിറ്റില് ഒന്നാണ് ടൈം അഥവാ സെക്കൻഡ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി 3 മീറ്ററും പ്രകാശവർഷവും ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ലെങ്ത്, ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. അതുകൊണ്ട് സെക്കൻഡ് ആണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ്? ഒരെണ്ണം ടൈമാണ്, SI യൂണിറ്റിൽ ഒരെണ്ണം ടൈമാണ്. ഇനി ഡിസ്റ്റൻസ് മീറ്റർ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? കെൽവിൻ. കറന്റ് ആംപെയർ. ഓക്കെ, ഇനി മോൾ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്. പിന്നെ എന്തായിരുന്നു? ടൈം പറഞ്ഞു, സെക്കൻഡ് എന്നുള്ളത് അല്ലെ. മാസ് എന്താണ്? കിലോഗ്രാം. ലൂമിനസ് ഇന്റൻസിറ്റി എന്താണ്? കാൻഡല. പേരണായില്ലേ? ഏഴെണ്ണായി. ഇത് 7 SI യൂണിറ്റുള്ളത്. പഠിച്ചു വെക്കണം കേട്ടോ, മറക്കരുത്. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. നെക്സ്റ്റ് വൺ. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10
10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന ഒരു വസ്തു വെച്ചപ്പോൾ എന്താ ഉണ്ടായത്? അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക എളുപ്പമാണ്. എന്താണതാ? ഇതാണ് കോൺകേവ് ദർപ്പണം. ഇതിന്റെ മുന്നില് 10 സെന്റിമീറ്റർ ആണ് എന്ത് വെച്ചിട്ടുള്ളത്? വസ്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെയായിട്ടാണ് എന്ത്? പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഒരു ഗ്രാഫ് എന്നുണ്ടെങ്കിൽ ഗ്രാഫിന്റെ ഇടത്തെ സൈഡിലേക്ക് എന്തായിട്ടാണ് എടുക്കുക? നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് എടുക്കുക. സോ യു എന്ന് പറയുന്നത് എന്താണ്? വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരം യു ആണ്. അത് -10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബത്തിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വി ആണ്. അത് ഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ആണ് എടുക്കുക. അതായത് ഗ്രാഫ് ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവും അല്ലേ എടുക്കുക? അതന്നെ, ഇത് മിററിന്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ -10 -40 ആണ് വരിക. ഓക്കെ, ഇനി ദർപ്പണ സമവാക്യം എന്താണ്? 1/f is equal to 1/u plus 1/v ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. 1/-10 plus 1/v എന്താണ്? -40. അപ്പൊ എന്താ വരിക? 1/-10. ദേ നോക്കൂ, -40 plus -10 divided by -10 into -40. അപ്പൊ എന്താ വരിക? -50 divided by 400. ഓക്കെ, ഇവിടെ അടിയിൽ മൈനസ് ഇല്ല കേട്ടോ. അത് 2 മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി. ഓക്കെ, ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു, 5. അപ്പൊ എന്താ വരണേ? 8. -1/8 എന്ന് വരും. ഇതെന്താണ്? ഇത് 1/f ആണ്, -1/8. സോ എഫ് എന്ന് പറയുന്നത് എന്താണ്? -8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ ഏതാ കിടക്കണേ? ഇതാ -8 സെന്റിമീറ്റർ. ഒന്നുമില്ല, നമുക്ക് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, സെറ്റല്ലേ? അടുത്തത് നോക്കൂ, ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെന്നുണ്ടെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടെ ഇതിന്റെ എത്ര മടങ്ങായിരിക്കും? നമുക്കറിയാലോ ആകർഷണ ബലത്തിന്റെ ഇക്വേഷൻ എന്താ? F is equal to G(m)m/r². ഭൂമിയിൽ 2 വസ്തുക്കൾ നിൽക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം ഇതിന്റെ R ആണ് ആരം എന്നുണ്ടെങ്കിൽ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആകർഷണ ബലമാണ് F is equal to G(m)m/r². ഇനി ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഗുരുത്വാകർഷണ ത്വരണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എഫിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? mg, ദാറ്റ് ഈസ് ഈക്വൽ ടു G(m)m/r². ഈ സ്മോൾ എമ്മും ഈ എമ്മും കട്ട് ചെയ്തൂടെ? അതായത് F is equal to ma എന്നാണ്. എമ്മയ്ക്ക് പകരം mg എന്ന് നമുക്ക് എടുത്തൂടെ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സോ G is equal to എന്ത് കൊടുക്കാം? G(m)/r². ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നും കൂടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 4/1 ആരമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ R എന്ന് പറയുന്നത് എന്താണ്? R/4. അതായത് 1/4/r ആണ്. അപ്പൊ R/4² നമ്മൾ അടിയിലത്തെയാണ് ആദ്യം ഫിൽ ചെയ്ത്. മുകളിൽ എന്ത് വരും? G അതുപോലെ തന്നെ വരും. ഇനി മാസിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ, ഭൂമിയുടെ മാസ് M ആണ്, അതിന്റെ പകുതി m/2. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യനിലുള്ളത് ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് നമുക്ക് വീണ്ടും അതിനെ ഒന്ന് സോൾവ് ചെയ്യാം. G(m/2) divided by r²/16. ഓക്കെ, അപ്പൊ എന്ത് വരും? G(m/2) divided by, ഇവിടെ അല്ലെ ഡിവൈഡഡ് ബൈ വരില്ലേ? ഡിവൈഡഡ് ബൈ r²/16. അതായത് ഇൻറ്റു 16/r². ഡിവൈഡഡ് ബൈ r²/16 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മുകളിലേക്ക് ഇട്ടു. 16/r² വരും. കട്ട് ചെയ്ത് 8. സോ എന്താ വരുന്നത്? 8 Gm/r². ഓക്കെ, അതെന്താണ്? എഫ് എന്ന് പറയുന്നത് Gmm/r² ആണ്. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? എഫിന് പകരം mg കൊടുത്തു. സ്മോൾ m, G is equal to G(m)
എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ, അതായത് സ്മോൾ ജി ഈസ് ഈക്വൽ ടു, ഗുരുത്വാകർഷണ ത്വരണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ, സ്മോൾ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്ന് കണ്ടു. ഓക്കെ, ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടില്ലേ, മാസിന്റെ പകുതിയാണ് എർത്തിന്റെ മാസിന്റെ പകുതി, അപ്പൊ ഇവിടെ m/2 കൊടുത്തു. ആൻഡ് ആരത്തിന്റെ 4/1, അപ്പൊ 1/4 ഇൻറ്റു ആർ വരുന്നതിന് പകരം r/4 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ gm/2 ബൈ ആർ സ്ക്വയർ ബൈ 16, ഈ 2ഉം 8ഉം 16 നമ്മൾ കട്ട് ചെയ്തു, അപ്പൊ അവിടെ എന്ത് വന്നു, 8 വന്നു. അപ്പോ ഒരു gm ബൈ ആർ സ്ക്വയറിൽ നിന്ന് എന്തായി, gm ബൈ ആർ സ്ക്വയർ ആയപ്പോ എന്തായി, 8 gm ബൈ ആർ സ്ക്വയർ ആയി. അപ്പൊ എത്ര മടങ്ങായി, 8 മടങ്ങായി. ഓക്കെ, ക്ലിയർ അല്ലേ, കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? നമുക്ക് അതിനു മുന്നേ ഇതാ നോക്കൂ, ഈ ഒരു ടേബിൾ കണ്ടാല് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വൈദ്യുത ജനറേറ്റർ നോക്കൂ, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറിയേക്കാണ്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അത് തന്നെയല്ലേ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് CRT-യിലെ. ഏതാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറി. ഓക്കെ, ബാക്കിയൊന്നുമില്ല, ബാക്കിയെല്ലാം നമുക്ക് സൗരോർജം അല്ലാന്നറിയാം, അതുകൊണ്ട് C ഓപ്ഷനും D ഓപ്ഷനും അങ്ങനെ തന്നെ കട്ടായി. ആദ്യത്തെയും രണ്ടാമത്തെയാണ് ഡൗട്ട് വരുള്ളൂ. ഓക്കെ, അതെന്തുണ്ട്, ഡയറക്റ്റ് നമുക്ക് SCRT-യിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഫാനിന്റെ നോക്കൂ, വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറി. ഇസ്തിരിപ്പെട്ടി കണ്ടോ, വൈദ്യുതോർജം താപോർജമായിട്ട് മാറി. വൈദ്യുത ബൾബിന്റെ കണ്ടോ, വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറി. ഇന്ധനങ്ങളോ, രാസോർജം താപോർജമായിട്ടും, സെല്ലാണെങ്കിൽ രാസോർജം വൈദ്യുതോർജമായിട്ടും, പ്രകാശ സംശ്ലേഷണമാണെങ്കിൽ സൗരോർജം രാസോർജമായിട്ടും പരിവർത്തനം ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത് നമുക്ക് SCRT-യിൽ തന്നിട്ടുള്ളതാണ്. വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് 1 മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താണ് ഉണ്ടാവുന്നേ? പ്രവേഗം എന്ന് പറഞ്ഞാൽ v ആണ് അല്ലേ? ഗതികോർജത്തിന്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? 12 mv² ആണ് അല്ലെ? ഇനി ഗതികോർജം ഇരട്ടിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഗതികോർജം അല്ല, പ്രവേഗം ഇരട്ടിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, 12 m ഇൻറ്റു 2v ഹോൾ സ്ക്വയർ വരും. സോ എന്ത് വരും, 12 m ഇൻറ്റു ഇവിടെ 4v² വരും. സോ ഇവിടെ എന്തായി, 2v² ആയി അല്ലെ? സോ 2mv² ആയില്ലേ? ഇത് ഏതിൽ നിന്നാണ്? 12 mv² നിന്ന് 2mv² ആയി. അപ്പൊ എന്തായി 4 മടങ്ങാകും. ക്ലിയർ അല്ലേ? 2 മടങ്ങാണോ? അര പ്ലസ് അര പ്ലസ് അര പ്ലസ് അര. കണ്ടോ പറയിൽ നിന്ന് അരയിലേക്ക് 1 2 3 4 4 ചേരുമ്പോഴല്ലേ? അപ്പൊ എത്ര മടങ്ങായി? 4 മടങ്ങായി. അരയിൽ നിന്ന് 2ലേക്കാണ് കേട്ടോ. ക്ലിയർ അല്ലേ? 1ൽ നിന്ന് 2ലേക്കല്ല, അരയിൽ നിന്ന് 2ലേക്ക്, അര mv-യിൽ നിന്ന് mv² നിന്ന് 2 mv² മാറിയത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ ഇനിയും നമുക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. സോ നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും ഒരു എക്സാം വരികയാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അതിനുവേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോഴേ തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം AZB അക്കാഡമിയിൽ. സോ അവിടെ എന്താണ് സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ്? നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എക്സാം എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.